എല്ലാവർക്കും കുഞ്ഞാമിനാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അത് പപ്പായ വെച്ചിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മളൊരു പാന് ചൂടാക്കുക. അപ്പോൾ ചൂടായ പാനിലേക്ക് നമ്മൾ അല്പം ബട്ടർ ഇട്ട് കൊടുക്കുക. ഇവിടെ നമ്മൾ ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല, പകരം ബട്ടറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. റെസിപ്പിയിൽ നമ്മൾ ബട്ടറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ, കാരണം നല്ലതാണ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ബട്ടർ ഇല്ലെങ്കിൽ വീട്ടിലെങ്ങനെ ബട്ടർ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ഞാൻ അടുത്ത് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മളിതിലേക്ക് ഏലക്കായ, കറുവപ്പട്ട, ഗ്രാമ്പൂ ഒക്കെ 2-3 വെച്ചിട്ടിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇതിൻ്റെ ആ ഒരു പച്ച ഒരു സ്മെല്ലുണ്ടല്ലോ, അതൊന്ന് മാറുന്നത് വരെ നമ്മളൊന്ന് ഒരു സ്പൂണോ കയ്യിലോ വെച്ചിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ 2 സവാള വലുതാക്കി മുറിച്ച് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കുറേ ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇതിലൊക്കെ ഇൻഗ്രീഡിയൻസിൽ എണ്ണത്തിൽ ചേഞ്ച് വരുത്താം കേട്ടോ. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ അല്പം ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ സവാള ഏകദേശം നന്നായി വഴറ്റി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കളർ ചേഞ്ച് ആയിരുന്നു തന്നെ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ സവാള ഇതിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ചൂടാറാനാക്കിയിട്ട് വെച്ച് കൊടുക്കുക. നെക്സ്റ്റ് ഇതിൽ നമ്മൾ അല്പം കൂടി ബട്ടർ ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് നേരത്തെ ഇട്ട പോലെ തന്നെ 2-3 ഏലക്ക, ഗ്രാമ്പു, അതുപോലെ തന്നെ കറുവപ്പട്ട, പിന്നെ വെളുത്തുള്ളി ഇവിടെ ഒരു 4-5 പീസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് വട്ടത്തിൽ ചോപ്പ് ചെയ്തെടുത്തത്, അതുപോലെ തന്നെ 2-3 പച്ചമുളക് നടു കീറിയതും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ബട്ടറിൽ ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ ഈ പച്ചമുളക്, വെളുത്തുള്ളി, അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ ഒരു ഒരു സ്മെല്ല് മാറിയിട്ട് ഒന്ന് റോസ്റ്റ് ആയി കിട്ടുന്നത് വരെ നമ്മൾ ഈ ബട്ടറിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഇതിലോട്ട് 1/2 കപ്പ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഇവിടെ പശുവിൻ പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി ഒന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. ഒരു കയ്യിലോ എന്തെങ്കിലും സ്പൂണോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ നന്നായി ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ആ ഒരു ബട്ടറും അതുപോലെ തന്നെ ആ ഒരു ഗാർലിക്കും ഗ്രീൻ ചില്ലീസും എല്ലാം തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ വരുള്ളൂ. നെക്സ്റ്റ് നമ്മൾ ആദ്യം വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ സവാള, അത് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ടായിരുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് കേട്ടോ അരച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അരക്കുമ്പോൾ സവാള അരയുന്നില്ലെങ്കിൽ വേണമെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറവാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ എരിവ്. കാരണം നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എരിവ് കുറവാണ് ആവശ്യമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കുരുമുളക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. നെക്സ്റ്റ് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇത് എല്ലാതും കൂടിയിട്ട് നന്നായി ഒന്ന് തിളച്ച് മറിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ എല്ലാ ഇൻഗ്രീഡിയൻസും കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇൻഗ്രീഡിയൻസ് എല്ലാതും ആ ഒരേ ലെവലിൽ കിടന്നിട്ട് ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇവിടെ ഞാൻ 2 പപ്പായ കറക്റ്റ് നടു ചേത മുറിച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മളുടെ പപ്പായ വെന്തിട്ട് അതിൻ്റെ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. അതേസമയം തന്നെ നമ്മളുടെ ആ ഒരു മിൽക്കും അതുപോലെ തന്നെ സവാളൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ, അതും കറക്റ്റ് തിളച്ചിട്ട് കറക്റ്റ് ടേസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ലഞ്ചിനും ഒക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വേവിച്ചിട്ടുള്ള പപ്പായ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നാകെ ഇട്ട് കൊടുക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഇത് മുറിച്ചിട്ട് അങ്ങനെ 4 പീസാക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതിയായിരിക്കും. ഇനി നമ്മൾ ആ ഒരു ഗ്രേവി എടുത്തിട്ട് ഈ പപ്പായയുടെ മുകളിലൊക്കെ ആയിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി ഉണ്ടാക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ പപ്പായ ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുകയായിരുന്നെങ്കിൽ ഈസി ആയിട്ട് അതിൽ കിടന്നിട്ട് വേവുമായിരുന്നു. അപ്പോൾ നമ്മളുടെ ഗ്രേവി കുറച്ച് കുറഞ്ഞു പോയ കാരണമാണ് കേട്ടോ നമ്മളതിലിങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കും ഗ്രേവിയിൽ ഇങ്ങനെ ഡിപ്പായി കിടക്കണം ഈ പപ്പായ. അപ്പോൾ നമ്മളെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്നും ഇഷ്ടമുണ്ടായിരിക്കില്ല പപ്പായ. അപ്പോൾ പപ്പായ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് എല്ലാവരും കഴിക്കുന്ന രീതിയിൽ വെക്കാമെന്നാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. നമ്മളുടെ ബട്ടർ ചിക്കനൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആയിരുന്നു.
അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ടൈം ഇതിന് വേണ്ടിയിട്ട് വരുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലും കറിയായിട്ട് എടുക്കാം. അതുപോലെ തന്നെ ലഞ്ചിനും ഇത് കഴിക്കാൻ കഴിയുന്നതാണ്. നെക്സ്റ്റ് നമ്മളൊരു മൂടി വെച്ചിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കണം. എന്നിട്ട് അത് ആവിയിൽ ഒരു 5 മിനിറ്റോളം ഇതിങ്ങനെ ആവിയിൽ കിടന്നിട്ട് കറക്റ്റ് ആ ഗ്രേവിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ ആ പപ്പായയിൽ പിടിക്കണം. അങ്ങനെ നമ്മളുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇവിടെ ഞാൻ റൈസിൻ്റെ കൂടെയാണ് ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റൈസിൻ്റെ കൂടെ അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റാണ് ഈ കറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക്